ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിറം ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രസ്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബാലൻസ് മെറ്റീരിയൽ കാണും. അതിലാണ് ഈ പൂവ് ഫ്ലവർ റോസിൻ്റെ ആണ് ഉണ്ടാക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് നമ്മളിതുപോലെ ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് ഒരു പാറ്റേൺ പോലെ ഒരു 10 എണ്ണം നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ ആദ്യത്തേത് ഇതുപോലെ 3 ഇതിലുള്ളതായിട്ട് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്യണം. അത് ഒന്നാമത്തെ നമ്പരും, പിന്നെ അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് എടുക്കുമ്പോൾ അതിൻ്റെ തന്നെ 4 ഇതളായിട്ടാണ് വരയ്ക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഇതെടുക്കുമ്പോൾ പാറ്റേൺ ഉണ്ടാക്കുമ്പോൾ ഈ പേപ്പറിൽ കട്ട് ചെയ്യേണ്ടത് 4 എണ്ണത്തിൽ ഒരു ശകലം കൂടെ ഈ പേപ്പർ വെച്ചിട്ട് അടുത്ത പേപ്പറിൽ ഒരു കുറച്ചുകൂടി വലുതായിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ 10 എണ്ണം. 10 എണ്ണത്തിൽ ഇതിൽ ആദ്യത്തേതാണ്ട് ഇതിലിപ്പോൾ 3 ഇതളാണ്, അടുത്തതിൽ 4 ഇതളുള്ളത്. അതിൻ്റെ ശകലം കൂടെ വലുതായിട്ട് 4 ഇതൾ തന്നെയാണ്. അടുത്തത് വരയ്ക്കുമ്പോൾ നമ്മൾ 5 ഇത് കൊടുക്കും, 5 ഇതളായിട്ട് കൊടുക്കും. അതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലുത് അടുത്തത് കൊടുക്കും. അത് കഴിയുമ്പോൾ അടുത്ത 6 ഇതളാക്കി ആ ഇതളിൽ തന്നെ 6 എണ്ണം വെച്ചിട്ട് നമ്മൾ വലുതാക്കി ഓരോന്നും ഓരോ അളവിലായിട്ടാണ് എടുത്തത്. ഇത് അങ്ങനെ 10 എണ്ണം നമുക്ക് ഇതുപോലെ വരച്ചെടുക്കണം. 10ാമത്തതിലും 6 ഇതൾ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ വലുത്. അങ്ങനെ 10 എണ്ണം നമുക്ക് എടുക്കണം. ഇനി അതിന് ശേഷം നമ്മളിതെല്ലാം ഇതുപോലെ തുണിയിൽ വരച്ചതിന് ശേഷമാണ് നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലെ ഓരോ ഇതളിൻ്റെത് ഇതുപോലെ എൻഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് പിടിച്ചിട്ട് നമുക്കിത് സൈഡ് ഒന്ന് ഉരുക്കി കൊടുക്കണം. ഉരുക്കിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ കാണിച്ച് നമ്മുടെ കൈ വെച്ചിട്ട് അപ്പോഴേ തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഈ മെറ്റീരിയൽ ഇതിപ്പോൾ ക്രേപ്പ് അതല്ലെങ്കിൽ പോളിസ്റ്ററാണ് ഏറ്റവും നല്ലത്. അങ്ങനത്തെ തുണി നോക്കി എടുക്കുക. നമ്മളിപ്പോൾ വീട്ടിൽ വരുന്ന നമ്മൾ തയ്ച്ചിട്ട് ബാക്കി വരുന്ന തുണിയാണിത്. ഇതിനായിട്ട് ഞാൻ എടുത്തതല്ല. ഇനി ഇതിൻ്റെ ആദ്യം നമ്മുടെ 10ാമത്തെ ആ ഭാഗം വെച്ചു, അത് കഴിഞ്ഞ് അടുത്തത് 9. അങ്ങനെ ഇതെല്ലാം ഓരോന്ന് സൂചിയിൽ ഓരോന്നായിട്ട് കുരുക്കുകയാണ്. സൂചി നൂല് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഓരോ ഇതായിട്ടെടുത്ത് ഇങ്ങനെ വെച്ച് എടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങളുടെ ഫ്രോക്ക് തയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ബെൽറ്റിൻ്റെ അവിടെ, അതുപോലെ തന്നെ ബോയിൽ, പിന്നെ ചെറിയ കുഞ്ഞ് സ്ലൈഡിലൊക്കെ നമുക്കിത് വെച്ച് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. തയ്ച്ച് വയ്ക്കണം. ബോയിലും ഇതിലൊക്കെ തയ്ച്ചും വയ്ക്കാവുന്നതാണ്. ഇതുപോലെ കിട്ടും. ഇത് ലാസ്റ്റ് നമ്മളിത് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.